ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം. യേശു ബെത്സദ കുളക്കരയിൽ വെച്ച് 38 വർഷമായി തളർവാദം പിടിപെട്ട് തളർന്നു കിടക്കുന്ന മനുഷ്യനെ ഈശോ കണ്ടുമുട്ടുകയാണ്. അവനെ കണ്ടപ്പോൾ ഈശോയ്ക്ക് മനസ്സിലായി, ഇവൻ 38 വർഷമായി ഇവിടെ കിടപ്പിലാണ്. ഈശോ അവനോട് ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? നീണ്ട 38 വർഷം തളർവാദം പിടിച്ച് ഒത്തിരിയേറെ വേദനിച്ച് അലഞ്ഞു കിടക്കുന്ന ഈ മനുഷ്യനോട് ആണ് ഈശോ ചോദിക്കുന്നത്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിനവൻ പറയുന്ന മറുപടി കർത്താവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരമല്ല അവൻ കൊടുക്കുന്നത്. കർത്താവെ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ എനിക്ക് മുമ്പേ ഇറങ്ങിക്കഴിയും. പക്ഷേ കർത്താവ് അവനോട് കരുണ കാണിക്കുകയാണ്. താൻ സൗഖ്യം പ്രാപിക്കാത്തതിൻ്റെ കാരണം അവൻ മറ്റുള്ളവരിലേക്ക് അവൻ ചൂണ്ടിവെക്കുകയാണ്. പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞു, നീ നിൻ്റെ കിടക്കയും എടുത്ത് നടക്കുക. ഈ സംഭവം നമ്മൾ നന്നായി ധ്യാനിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇയാളുടെ മനസ്സ് ശുദ്ധമായിരുന്നില്ല എന്ന്. ഇവൻ സൗഖ്യം പ്രാപിക്കാതിരുന്നതിൻ്റെ കാരണവും മുഴുവനും ഇവനിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ വെളിപ്പെടുത്തുന്നു. കുടില ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അപ്പം ദൈവത്തെ പരീക്ഷിക്കരുത്. കുടില ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആ മനുഷ്യന് കരുണ ലഭിച്ചു. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് നടക്കുക. അവൻ ആ നിമിഷം തന്നെ അവൻ ആ കിടന്ന കിടക്കയൊക്കെ ചുരുട്ടി അവൻ പോയി. അവൻ കിടക്കയും എടുത്ത് നടക്കുമ്പോഴാണ് യഹൂദർ അവനോട് പറയുന്നത്, ഇന്ന് സാബത്താകയാൽ കിടക്ക ചുമക്കുന്നത് നിഷിദ്ധമാണ്, നീ ഇന്നത് ചെയ്യാൻ പാടില്ല. പക്ഷെ അവൻ പറഞ്ഞു, എന്നെ സുഖപ്പെടുത്തിയവൻ എന്നോട് പറഞ്ഞത് നീ കിടക്കയും എടുത്ത് നടക്കുക എന്നാണ്. ആരാണ് തന്നെ സുഖപ്പെടുത്തിയതെന്നുള്ള ചോദ്യത്തിന് അവൻ അറിയത്തില്ലായിരുന്നു. ആരാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് അവന് മനസ്സിലായില്ല. അവൻ യേശുവിനെ പരിചയപ്പെട്ടും ഇല്ല. കിട്ടിയ സൗഖ്യവും വാങ്ങി അവൻ പോയി. എന്നാൽ തന്നെ അനുഗ്രഹിച്ച ഈ മനുഷ്യൻ ആരാണ് എന്ന് അവനൊന്ന് ചോദിച്ചില്ല. കാരണം ജനക്കൂട്ടത്തിൽ യേശു മറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടൊന്ന് ചൂണ്ടിക്കാണിക്കാനോ അവനാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് പറയാനോ ഇവന് പറ്റിയിട്ടില്ല. അവൻ ഈശോയെ അറിയത്തില്ല, ഈശോയെക്കുറിച്ച് അവന് കേട്ടിട്ടുമില്ല. കാരണം ഈശോ തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് 30-ാമത്തെ വയസ്സിലാണ്. ഇവൻ 38 വർഷമായിട്ട് അവിടെ തളർവാദം പിടിച്ച് കിടപ്പ്. അതായത് യേശു ജനിക്കുന്നതിനും 5 വർഷം മുമ്പേ അവൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് അവൻ ഈശോയെക്കുറിച്ച് കേട്ടിട്ടില്ല, ഈശോയെ അവൻ പരിചയപ്പെട്ട് സൗഖ്യം കിട്ടിയതിന് ശേഷവും ഇതാരാണ് തന്നെ സൗഖ്യപ്പെടുത്തിയതെന്ന് അവൻ അന്വേഷിച്ചുമില്ല, ഒരു നന്ദി പറഞ്ഞുമില്ല. അപ്പോൾ അവൻ അന്വേഷിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. 38 വർഷമായി അവൻ കൂടെയുള്ളവരെ നോക്കി പിറുപിറുക്കുകയായിരുന്നു. ഈശോയോട് അവൻ പരാതി പറഞ്ഞു, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. അപ്പോൾ ഈശോയോട് അത്രയും പരാതി പറഞ്ഞപ്പോൾ വെള്ളമിളകുമ്പോൾ ഓരോ രോഗിയും ഇറങ്ങി അവന് മുമ്പേ പോയി കുളത്തിൽ ചാടുമ്പോൾ അവൻ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധയില്ല. അവൻ അവൻ്റെ സൗഖ്യത്തെക്കുറിച്ചും അവൻ ആദ്യം ഒന്ന് പോയി ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമത്തെക്കുറിച്ചും ഒക്കെയുള്ള ചിന്തകളെ അവന് ഉള്ളൂ. എന്നാൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങളിലേക്ക് നമ്മൾ വരിക. അവിടെ ജെറീക്കോയിലെ അന്ധനെ നമുക്ക് കാണാം.
ഈശോ ജെറീക്കോയെ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 35 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ജെറീക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് അവൻ അന്വേഷിച്ചു. നസറായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. 38 വർഷം തളർവാദം പിടിച്ച് ബെത്സൈദ കുളക്കരയിൽ കിടന്ന ആ തളർവാദ രോഗിയെയും ജെറീക്കോയിൽ വഴികരിയിലിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഈ മനുഷ്യനെയും കൂടെ നമ്മളൊന്ന് താരതമ്യപ്പെടുത്തുക. നസറായനായ യേശു കടന്നു പോകുന്നുവെന്ന് അവർ പറഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. നമുക്കറിയാം, ഇവൻ അന്ധനാണ്. ഇവന് വചനം വായിക്കാനൊന്നും പറ്റത്തില്ല. ഭിക്ഷ യാചിച്ച് എങ്ങനെയെങ്കിലും ജീവിക്കുക, അതുമാത്രമാണ് അവൻ്റെ പ്രധാനപ്പെട്ട പണി. ഇവനോട് ഇതിനിടയിൽ ആര് പറഞ്ഞു യേശുവിനെക്കുറിച്ച്? അവൻ കേട്ടു നസറായനായ യേശുവാണ് കടന്നു പോകുന്നത് എന്ന്. ജനക്കൂട്ടം മറുപടി, എന്താണ് ഈ ബഹളമെന്ന് അവൻ അന്വേഷിച്ചു. അപ്പം നസറായനായ യേശുവാണ് കടന്നു പോകുന്നതെന്ന് കേട്ടപ്പോൾ അവൻ ആ സെക്കൻഡിൽ ഈ നസറായനായ യേശു ആരാണെന്നും അവൻ അന്വേഷിക്കുന്നില്ല. അവൻ ആ സെക്കൻഡിൽ വിളിച്ചു പറയാണ്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. അപ്പോൾ അവൻ ഈശോയെ വളരെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈശോ ആരാണെന്ന് അവനറിയാം. ഈശോ ദൈവപുത്രനാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. യേശു സൗഖ്യം നൽകുന്നവനാണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഈശോയെക്കുറിച്ച് അവൻ അറിയാം. അവൻ അന്ധനാണെങ്കിലും അവൻ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. രക്ഷകൻ ഭൂമിയിൽ വന്നു, തൻ്റെ രക്ഷാകര ദൗത്യം നിർവഹിക്കുന്നു എന്ന് ഈ അന്ധനായ മനുഷ്യൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതുപോലൊരു അന്വേഷണം അവനിലുണ്ട്. അവൻ ചുറ്റും ബഹളം കേട്ടപ്പോൾ അവൻ അന്വേഷിച്ചു, എന്താണ് സംഭവിക്കുന്നത്. അവൻ യേശുവിനെ അറിഞ്ഞത് ഇങ്ങനെ അന്വേഷിച്ച് അറിഞ്ഞതാണ്. അപ്പോഴാണ് അവന് ഈശോയെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയത്. അപ്പോൾ അവൻ്റെ ആ ഒരു അന്വേഷണം, ഈശോ ഈ ഭൂമിയിൽ ഈശോ ഉണ്ട്, രക്ഷകൻ വന്നിട്ടുണ്ട്, അവൻ സൗഖ്യം നൽകുന്നവനാണ്, ഈ അറിവെല്ലാം ഈ അന്ധനായ മനുഷ്യനുണ്ട്. അതുകൊണ്ടാണ് നസറായനായ യേശുവാണ് പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ ആ സെക്കൻഡിൽ തന്നെ അവൻ നിലവിളിക്കാൻ തുടങ്ങിയത്, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞു. എന്നാൽ നമ്മുടെ തളർവാദ രോഗിക്ക് യേശുവിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. അവൻ ഇതിനെക്കുറിച്ചൊന്നും അവൻ അന്വേഷിച്ചിട്ടില്ല. അന്ധൻ യേശുവിനെ അറിഞ്ഞു, യേശുവാണ് കടന്നു പോകുന്നത്, അതവൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. ഈ ഒരു അന്വേഷണം കണ്ണുപൊട്ടനാണെങ്കിലും അവനുണ്ടായിരുന്നു. പക്ഷേ ഈ തളർവാദ രോഗിക്ക് അങ്ങനെ യാതൊരു ശ്രദ്ധയും ഇല്ലായിരുന്നു. അവൻ്റെ ഏക പ്രശ്നം, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഇവനെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് മുമ്പേ മറ്റൊരുവൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും, അവന് ബാക്കിയുള്ളവരെക്കുറിച്ച് അവന് പരാതി മാത്രം. എന്നിട്ടും കർത്താവിൻ്റെ കരുണ അവന് ലഭിച്ചു. യേശു അറിഞ്ഞു അവൻ 38 വർഷമായി അവൻ അവിടെ കിടപ്പിലാണെന്ന് യേശു മനസ്സിലാക്കി. എന്നിട്ട് യേശു അവൻ്റെ സ്വഭാവമൊന്നുമല്ല കർത്താവ് നോക്കുന്നത്. കർത്താവ് നോക്കുന്നത് അവൻ്റെ ആവശ്യത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഈശോ അവനോട് ചെന്ന് ചോദിച്ചത്, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? യോഹന്നാൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനം ഈശോ പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ഈശോയ്ക്കെല്ലാം അറിയാം. ഈശോ പിതാവിനെ അറിയുന്നു, പിതാവ് ഈശോയെ അറിയുന്നു. ഇതുപോലെ തന്നെ എനിക്കുള്ളവ എന്നെയും അറിയുന്നു, അവയ്ക്ക് എന്നെയും അറിയാം. ആ ഒരു പരസ്പരം അറിവ്, നല്ല ഇടയൻ്റെ ഉപമയിലാണ് ഈശോ ഇത് പറയുന്നത്. നമ്മൾ ഈശോയെ നന്നായിട്ട് അറിയണം, എങ്കിലേ നമുക്ക് ഈശോയെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിക്കുള്ളവയും എന്നെ അറിയുന്നു, അത് ഈശോയുടെ ഒരു തൃപ്തിയാണ്. അപ്പം നമ്മുടെ ഒരു ആവശ്യം വരികയാണ്. അപ്പം എൻ്റെ പ്രാർത്ഥന ഈശോയുടെ അടുത്ത് എത്തണമെങ്കിൽ, എൻ്റെ മനസ്സ് ഈശോയ്ക്ക് കാണണമെങ്കിൽ നമ്മൾ ഈശോയെ ഒന്ന് അറിയണം.
അന്ധനായ മനുഷ്യൻ എത്ര പെട്ടെന്നാണ് അവൻ നിലവിളിക്കുന്നത്. നസ്രായനായ യേശു കടന്നു പോകുന്നു എന്ന് അറിഞ്ഞ് പറഞ്ഞു തീർന്ന സെക്കൻഡിൽ അവൻ വിളിച്ചു തുടങ്ങി, ദാവീദിൻ്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന്. അവൻ ഈശോയെ അറിഞ്ഞതുകൊണ്ടാണ് അവന് അങ്ങനെ വിളിച്ചു പറയാൻ പറ്റിയത്. അവനങ്ങനെ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് യേശു നിന്നിട്ട് അവനെ അടുത്തേക്ക് വിളിച്ചത്, അവൻ്റെ കണ്ണുകൾ തുറന്നു കിട്ടിയത്. എന്നിട്ട് ഈശോ അവനോട് പറഞ്ഞത്, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എത്ര നല്ല മറുപടിയാണ് അവന് കിട്ടിയത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസം അവൻ സംഭരിച്ചിട്ടുണ്ടായിരുന്നു. അവൻ്റെ ആ വിശ്വാസം അവനെ രക്ഷിച്ചു. നമ്മുടെയും വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. തളർവാദ രോഗിയുടെ ജീവിതത്തിലെ ആ സംഭവങ്ങൾ മുഴുവനും അവന് ഈശോയെ പിന്നെയൊന്ന് അന്വേഷിക്കുകയോ ഈശോയെ ഒന്ന് സ്നേഹിക്കുകയോ ദൈവമേ നന്ദി എന്നൊന്ന് പറയുകയോ അവൻ ചെയ്തില്ല. അവൻ്റെ ജീവിതത്തിൽ പിന്നെ നടന്ന സംഭവങ്ങൾ നമുക്ക് നോക്കാം. ക്രിസ്തുവിനെ അറിയാത്തവന് മറ്റെന്തറിഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല. പിന്നെ നമ്മൾ തളർവാദ രോഗിയെ ഈശോ ദേവാലയത്തിൽ വെച്ച് പിന്നെയും കണ്ടു. ദേവാലയത്തിൽ വെച്ച് യേശു വീണ്ടും അവനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 14-15 തിരുവചനങ്ങളിൽ ഈശോ അവനോട് പറയാണ്, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കുവാൻ ഇനിമേലിൽ പാപം ചെയ്യരുത്. ഇത് വളരെ രഹസ്യമായിട്ട് ഈശോ അവന് കൊടുത്ത ഒരു ഉപദേശമാണ്. ആദ്യം ഇതൊന്നും ഈശോ അവനോട് പറഞ്ഞില്ല. ഈശോ അവനോട് നീ നിൻ്റെ കിടക്കയും എടുത്ത് പൊയ്ക്കോ എന്ന് മാത്രമാണ് പറഞ്ഞത്. അവൻ കിടക്കയും എടുത്ത് പോയി. പക്ഷേ വീണ്ടും ഈശോ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇതാ നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. വചനം വീണ്ടും പറയുന്നു, അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരെ അറിയിച്ചു. അവൻ്റെ ജീവിതത്തിൽ മർമ്മപ്രധാനമായ ഒരു തിരുത്തൽ യേശു കൊടുക്കുകയായിരുന്നു. മർമ്മപ്രധാനമായ ഒരു തിരുത്തൽ, അതായത് അവൻ്റെ ജീവിതത്തിലെ പാപങ്ങളാണ് അവനെ 38 വർഷം തളർവാദ രോഗിയായി ബത്സയിദ കുളക്കരയിൽ കിടത്തിയത്. ഈശോ സൗഖ്യം കൊടുത്തു. അതിനുശേഷം വിലപ്പെട്ട ഒരു ഉപദേശവും ഈശോ കൊടുത്തു. ഈശോ വിലപ്പെട്ട ഈ ഉപദേശം കൊടുത്ത്, കർത്താവെ ഞാൻ ഇനി പാപം ചെയ്യാതിരിക്കാൻ അങ്ങനെ അനുഗ്രഹിക്കണമേ എന്ന് മുട്ടുകുത്തി ഈശോയുടെ അടുത്ത് അനുഗ്രഹം ചോദിച്ച് ആ കരമൊന്ന് അവൻ്റെ ശിരസിൽ വെപ്പിക്കുകയായിരുന്നു അവൻ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവൻ എന്താണ് ചെയ്തത്? ഇതും കേട്ടിട്ട് അവൻ പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് അവൻ യഹൂദരോട് പറഞ്ഞു കൊടുത്തു. കാരണം എന്താണ്? യഹൂദർക്കൊരു വൈരാഗ്യം കിടപ്പുണ്ട്. സാബത്ത് ദിവസം നിന്നോട് കിടക്ക ചുമക്കാൻ പറഞ്ഞത് ആരാണ്? എന്നെ സുഖപ്പെടുത്തിയവൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവൻ തെറ്റുകാരനല്ല. ആ തെറ്റ് യേശുവിൻ്റെ ചുമലിൽ അവൻ വെച്ചു കൊടുക്കുവാനായിട്ട് അവൻ പരിശ്രമിക്കുകയാണ്. അവൻ പിന്നീട് പോയി യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയതെന്ന് യഹൂദരോട് പറയേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. ആ പ്രശ്നം പൂർണ്ണമായിട്ടും അവിടെ അവസാനിച്ചതാണ്. നിന്നോട് കിടക്ക ചുമക്കാൻ ആര് പറഞ്ഞു? എന്നെ സുഖപ്പെടുത്തിയവൻ പറഞ്ഞു. അതും പറഞ്ഞ് യഹൂദരുടെ വഴിക്ക് പോയിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നാലെ ചെന്ന് ഈ ഒരു പ്രശ്നം കുത്തിപ്പൊക്കേണ്ട ഒരാവശ്യം അവന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ യഹൂദരെ അറിയിച്ചു യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്ന്. പക്ഷേ അതുമൂലം എന്ത് സംഭവിച്ചു? സാബത്തിൽ ഇപ്രകാരം പ്രവർത്തിച്ചതിൽ യഹൂദർ യേശുവിനെ ദ്വേഷിച്ചു എന്ന് മാത്രമല്ല, അവർ ദ്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയോ അവരോട് പറഞ്ഞു, ഞാനും എൻ്റെ പിതാവും എപ്പോഴും പ്രവർത്തനനിരതനാണ്. അപ്പം ഞാനും എൻ്റെ പിതാവും എന്ന് പറഞ്ഞത് യഹൂദർ വളരെ ഗൗരവമായിട്ടെടുത്തു. അവൻ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവ് എന്ന് വിളിച്ചു. ആ ഒരു കുറ്റം ഈശോയിൽ അവർ ആരോപിക്കുകയാണ്. ഈശോയെ കുരിശുമരണത്തിന് വിധിക്കുന്നതിന് വിചാരണ ചെയ്യുമ്പോൾ ഈ ഒരു പ്രശ്നം, ദൈവത്തെ തൻ്റെ പിതാവ് എന്ന് അവൻ വിളിച്ചു, ദൈവത്തിന് തുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തൻ്റെ പിതാവേ എന്ന് വിളിച്ചു എന്ന ആ ഒരു കുറ്റം ഈശോയെ വിധിക്കുന്നതിന് പോലും ഇടയായ ആ കുറ്റം ഈ തളർവാദ രോഗി പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഉണ്ടായതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കുക. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നിത്യജീവിതത്തിൽ ഇത്തരത്തിലുള്ള
എത്രയോ സംഭവങ്ങൾ നമുക്കുണ്ടാകുന്നു. നമ്മുടെ ആവശ്യമില്ലാത്ത സംസാരങ്ങളും കുറ്റപ്പെടുത്തലുകളും. ഈ തളർവാദ രോഗിയുടെ മനസ്സ് ശുദ്ധമല്ലാത്തതുകൊണ്ട് അവൻ യേശുവിനെ പോലും, തനിക്ക് സൗഖ്യം നൽകിയ ആ യേശുവിനെ പോലും ഒറ്റിക്കൊടുക്കുന്ന രീതിയിൽ യഹൂദരോട് സംസാരിച്ചത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും എത്രയോ തെറ്റുകൾ നമ്മൾ വരുത്തി വയ്ക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതാണ് ബെത്സയിദ കുളക്കരയിലെ ഈ രോഗശാന്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരുപിടി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും തിരുത്താനും സാധിക്കും. ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ വിലയിരുത്തി അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് നമ്മൾ അത്തരത്തിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യം അവൻ ചെയ്തു, അതാണ് യേശു തന്നെ സുഖപ്പെടുത്തിയതെന്ന് അറിയിക്കേണ്ട ഒരാവശ്യം അവനുണ്ടായിരുന്നില്ല. പക്ഷേ അത് ചെയ്തത് യേശുവിനെ വിധിക്കുന്നതിന് പോലും കാരണമായ ഒരു കുറ്റമായിട്ട് യഹൂദർ അവിടെ എടുക്കുകയും ചെയ്തു. തന്മൂലം യഹൂദർ യേശുവിനെ കൂടുതലായി ദ്വേഷിച്ചു. അതിന് അവൻ ഇടയാക്കി. നമ്മുടെ സംസാരവും നമ്മുടെ പ്രവൃത്തികളും അറിഞ്ഞോ അറിയാതെ ഉള്ള നമ്മുടെ സംസാരങ്ങൾ മറ്റുള്ളവർക്ക് ശത്രുത വളർത്തുവാൻ ഒരിക്കലും ഇടയാകുന്ന വിധം നമ്മളൊന്നും സംസാരിക്കരുത്. ഇത്തരത്തിൽ സംസാരിച്ചു കഴിയുമ്പോൾ തളർവാദ രോഗിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല, അവൻ്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനവും വന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഈശോ അവനോട് പറഞ്ഞു, നോക്കൂ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ഇനിമേലിൽ പാപം ചെയ്യരുത്. ആ രഹസ്യമായ ഉപദേശവും അവൻ സ്വീകരിക്കേണ്ടതായിരുന്നു. അത് പറഞ്ഞ് നന്ദിയോടെ പോകേണ്ട അവൻ ഇത് യഹൂദരുടെ മേൽ ഒറ്റിക്കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇവനെ തന്നെ സുഖപ്പെടുത്തിയ കർത്താവിനോട് കുറച്ച് നേരത്തേക്ക് പോലും നന്ദിയും ബഹുമാനവും ആദരവും അവന് തോന്നിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ചു കഴിയുമ്പോൾ നന്ദിയോടെ ജീവിക്കേണ്ടത് അത് ദൈവവും നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ്. 10 കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ. ഈ 10 കുഷ്ഠരോഗിയുടെ അവസ്ഥ എന്ന് പറയുന്നത്, സമൂഹം പുറത്താക്കും കുഷ്ഠരോഗം ഒരുവനുണ്ട് എന്നറിഞ്ഞാൽ സൗഖ്യം പ്രാപിച്ചു എന്ന് പുരോഹിതൻ സാക്ഷ്യപ്പെടുത്തുന്നതുവരെ അവൻ അവൻ്റെ കുടുംബത്തിൽ പോകത്തില്ല, സമൂഹത്തിൽ പോകത്തില്ല, മനുഷ്യർ നടക്കുന്ന വഴിയെ നടക്കത്തില്ല. ജനസമ്പർക്കമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവൻ താഴ്ത്തപ്പെടുകയാണ്. ഇങ്ങനെ വർഷങ്ങൾ കുഷ്ഠരോഗികൾ സൗഖ്യം പ്രാപിക്കുന്നത് വരെ അങ്ങനെ അവരൊറ്റപ്പെട്ട് ജീവിക്കണം. കുടുംബക്കാർക്ക് സ്നേഹമില്ല, ഭാര്യയ്ക്ക് സ്നേഹമില്ല, മക്കൾക്ക് സ്നേഹമില്ല, ആർക്കും സ്നേഹമില്ല. കാരണം അവൻ കുഷ്ഠരോഗിയാണ്, അവൻ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്. ഇങ്ങനെ എത്രയോ അവഗണിക്കപ്പെട്ട ഈ കുഷ്ഠരോഗികൾ 10 പേരും ഈശോയോട് പറഞ്ഞു സൗഖ്യം വേണമെന്ന്. ഈശോ അവിടെ വെച്ച് തന്നെ പറഞ്ഞു, നിങ്ങൾ പോയി പുരോഹിതന് നിങ്ങളെ തന്നെ കാണിച്ചു കൊടുത്തുകൊള്ളുക. അങ്ങനെ പുരോഹിതനെ കാണിക്കാൻ പോകുന്ന വഴി അവർ 10 പേര് സുഖപ്പെട്ടു. 10 പേര് സുഖപ്പെട്ടു എന്നറിഞ്ഞ് അതിലൊരു സമരായക്കാരൻ തിരിച്ചു വന്ന്, ദൈവമേ, നീ തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി എന്ന് പറയുകയാണ്. നീ തന്ന ഈ അനുഗ്രഹത്തിന് നന്ദി. എന്നിട്ട് ഈശോ ചോദിക്കുന്നു, 10 പേരിലെ സുഖപ്പെട്ടത് ബാക്കി 9 പേര് എവിടെ? ഈ വിജാതീയനല്ലാതെ മറ്റാർക്കും വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന് തോന്നിയില്ലേ? ഈശോയുടെ ആ ചോദ്യം ഒരു ചോദ്യമാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ച് അവൻ എത്രയോ കാലമായി വീട്ടിൽ പോയിട്ട്, അവൻ എത്രയോ കാലമായി അവൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കണ്ടിട്ട്, അവൻ എത്രയോ കാലമായി അവൻ്റെ മാതാപിതാക്കളെ കണ്ടിട്ട്, പുരോഹിതനെ കാണിക്കുക, എത്രയും വേഗം വീട്ടിൽ ചെല്ലുക, അത് അവരുടെ ഒരു ആഗ്രഹമാണ്. എത്രയും പെട്ടെന്ന് വീട് പറ്റുക എന്നുള്ളത്. വളരെ നാളുകൾ വീടിന് പുറത്ത് വിദേശത്തും മറ്റ് പഠിക്കാനും ജോലിക്കുമൊക്കെ ആയിട്ട് പോയിട്ടുള്ളവർ, അവർക്ക് അവധിയാകുമ്പോൾ എത്രയോ താല്പര്യത്തോടെയും സന്തോഷത്തോടെയുമാണ് നാട്ടിലേക്ക് വരിക, വീട്ടിൽ വന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണുക. അത് ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവരാണ്. ഇതൊക്കെ പഠിക്കുവാനും ജോലിക്കുമായിട്ട് പോകുന്നവർ നാട്ടിലോട്ട് അടുക്കും തോറും അവർക്ക് സന്തോഷം കൂടിക്കൂടി വരികയാണ്. ഇതുപോലെയാണ് ഈ 10 കുഷ്ഠരോഗികൾ. എത്രയോ കാലമായി അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്. അപ്പോൾ അവർക്ക് വീട്ടിലേക്കൊന്ന് ഓടി വരുവാനുള്ള ആ ധൃതിയും തിരക്കും. അതുകൊണ്ട് സൗഖ്യം നൽകിയവനെ ബാക്കി 9 പേരും മറന്നുപോയി.
സൗഖ്യം നൽകിയവനെ ഈ ഒരു മനുഷ്യൻ ഓർത്തിരുന്ന് അവനോടൊരു നന്ദി വാക്ക് പറഞ്ഞിട്ട് വീട്ടിൽ പോക്ക്, എന്നിട്ട് ബാക്കി കാര്യം എന്നാണ് ആ മനുഷ്യൻ ചിന്തിച്ചത്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവം ഇതാണെന്ന് കർത്താവും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു മനോഭാവം, നന്ദി നിറഞ്ഞ ഒരു ജീവിതം, അതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ട്. കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ, ദൈവത്തിൽ നിന്ന് കൂടുതൽ കൃപകൾ പ്രാപിക്കുവാൻ ഇത് നമുക്ക് ആവശ്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരം അരുളും. നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കും, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. ഈ 10 കുഷ്ഠരോഗികൾ നിലവിളിച്ചു. അവർക്ക് അവരുടെ വിലാപസ്വരം ദൈവം കേട്ടു. അവിടുന്ന് അവരോട് കരുണ കാണിച്ചു. 38 വർഷം തളർവാത രോഗം പിടിച്ചു കിടന്ന ഈ മനുഷ്യൻ, അവൻ വിലപിച്ചൊന്നുമില്ല, പക്ഷെ ദൈവം അവനോട് കരുണ കാണിച്ചു. ദൈവം അവന് സൗഖ്യം നൽകി, പക്ഷേ ദൈവത്തോട് അവൻ നന്ദി കാണിച്ചില്ല. പിന്നെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാമത്തെ അധ്യായം. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. കഷ്ടതയുടെ അപ്പം തിന്നുമ്പോഴും ക്ലേശത്തിൻ്റെ ജലം കുടിക്കുമ്പോഴും ഗുരുവിനെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പോൾ കഷ്ടതയുടെ അപ്പം തിന്നുമ്പോഴും ക്ലേശത്തിൻ്റെ ജലം കുടിക്കുമ്പോഴും നമുക്ക് ഗുരുവിനെ ദർശിക്കാം. അതിനിടയിലും കഷ്ടതയിൽ നമ്മളെ ഇട്ടിട്ട് പോകുന്നവനല്ല നമ്മുടെ ദൈവം. 38 വർഷം തളർവാദം പിടിച്ച് അവിടെ കിടന്ന ആ മനുഷ്യനെ 38 വർഷത്തിൽ കഴിഞ്ഞപ്പോൾ ഈശോ സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നവനാണ് ദൈവം. അതുകൊണ്ട് കഷ്ടതയുടെ അപ്പം തിന്നുമ്പോഴും ക്ലേശത്തിൻ്റെ ജലം കുടിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഗുരുവിനെ ദർശിക്കാം. അതുമാത്രമല്ല, അപ്പോഴും നമ്മുടെ ഗുരുവിനെ നമ്മൾ ദർശിക്കുന്നത് മാത്രമല്ല, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ആ സ്വരം ഇതാണ് വഴി, ഇതിലേ പോവുക. ഇതിൻ്റെ അർത്ഥം, ദൈവം ഒരിക്കലും ഒരു മക്കളെയും കൈവിടുന്നില്ല. തൻ്റെ ജനത്തെ പൂർണ്ണമായും നശിക്കാൻ ദൈവം ഒരിക്കലും ഇടവരുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും ഒക്കെ നമുക്ക് തരും. അതിനിടയിൽ നമുക്ക് കർത്താവിനെ കാണാം. കർത്താവിൻ്റെ ശക്തമായ കരം നമുക്ക് അവിടെ ദർശിക്കുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, അവിടുത്തെ സ്വരവും നമുക്ക് കിട്ടും. അതുമാത്രമല്ല, അവിടുന്ന് നമ്മളെ നയിക്കുന്നുണ്ട്. ഇതാണ് വഴി, ഇതിലേ പോവുക. കർത്താവിൻ്റെ ഈ സ്വരം നമ്മൾ കേൾക്കുമ്പോൾ ആ സ്വരത്തെ അനുസരിക്കുവാനുള്ള ഒരു മനസ്സ്, കഷ്ടതയുടെ അപ്പം തിന്നുമ്പോൾ പിറുപിറുക്കാതിരിക്കുക, ക്ലേശത്തിൻ്റെ ജലം കുടിക്കുമ്പോൾ ദൈവത്തിനെതിരെ മുറുമുറുക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെയും നമുക്ക് അനുഗ്രഹങ്ങൾ നിറയുകയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, 38 വർഷം തളർവാദം പിടിപെട്ട് കിടന്ന മനുഷ്യനെ കർത്താവ് അങ്ങോട്ട് ചെന്ന് സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച ഒരു ദൈവം നമ്മളെയും അനുഗ്രഹിക്കാൻ തന്നെയാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. നമ്മളും അനുഗ്രഹിക്കപ്പെടണമെന്ന് തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരിക്കലും നമ്മളാരും തകർന്നു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അനുഗ്രഹിക്കുന്ന ദൈവത്തോട് നമുക്ക് നന്ദി ഉണ്ടാവണം. അവനോട് രഹസ്യമായിട്ട് കർത്താവ് പറഞ്ഞു, നോക്കൂ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ ഇനിമേലിൽ പാപം ചെയ്യരുത്.
ഈശോ നമ്മളോട് ഇങ്ങനെ എന്തെങ്കിലും രഹസ്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടോ? മറ്റാരും കേൾക്കാതെ കർത്താവ് നമുക്ക് എന്തെങ്കിലും ഉപദേശം ഇങ്ങനെ തരുന്നുണ്ടോ? നോക്കൂ, നീ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത്. ആ ഉപദേശം നമ്മുടെ മേൽ കർത്താവ് തരുന്നുണ്ടോ? നമുക്കതിനായിട്ട് കാതോർക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും. കാരുണ്യവാനായ കർത്താവെ, അങ്ങയുടെ സ്വരം ശ്രവിച്ച് അങ്ങ് തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിത്യവും ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, അമ്മയുടെ തിരുക്കുമാരനോട് ഞങ്ങളെ എപ്പോഴും ചേർത്ത് നിർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.